അക്കൗണ്ടൻസി ക്ലാസ്സസ് പാർട്ട് 1. ഞാൻ അക്കൗണ്ടൻസിക്ക് അക്കൗണ്ടിങ് എന്നുകൂടി ചില സമയങ്ങളിൽ പറയാറുണ്ട്. ഇനി അതെന്താണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ്? ഇറ്റ്സ് എ സയൻസ്, ഒരു ശാസ്ത്ര വിഷയമാണ്. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ, അങ്ങനെ കുറേ അധികം ശാഖകളുണ്ട്. ഇതിൽ അക്കൗണ്ടൻസി എന്താണ്? അക്കൗണ്ടൻസി ഈസ് എ റെക്കോർഡ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. അതായത് നമ്മുടെ വരവും ചെലവും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രക്രിയയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇനി രണ്ട് സൈഡുണ്ട്, വരവ് സൈഡും ചെലവ് സൈഡും. അപ്പോൾ റെസീറ്റ് സൈഡ് എന്താണ്? ഇത് നമ്മൾ പറയുകയാണ് 100 kgs of banana at the rate of ₹10, ₹1000. അതൊരു കൃഷിക്കാരാണ്. ആ കൃഷിക്കാരൻ്റെ പേര് നമുക്ക് എ എന്നിടാം. എ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കുറേ സാധനങ്ങളിൽ വിറ്റിട്ടയക്ക് കാശ് കിട്ടി. അപ്പോൾ അതിൽ 100 കിലോഗ്രാം ബനാന അല്ലെങ്കിൽ വാഴയ്ക്ക 1 കിലോയ്ക്ക് 10 രൂപ പ്രകാരം 1000 രൂപ കിട്ടി. ഇനി 10 കിലോഗ്രാം റബ്ബർ ഷീറ്റ് 1 കിലോയ്ക്ക് 200 രൂപ പ്രകാരം വിറ്റു, 2000 രൂപ കിട്ടി. ഇനി 10 കിലോഗ്രാം പെപ്പറിൽ കുരുമുളക് വിറ്റു, അത് 600 രൂപ പ്രകാരം 6000 രൂപ കിട്ടി. ഇനി ഇയാൾക്കൊരു ഉപദേശം നൽകി. ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. മറ്റൊരു കൃഷിക്കാരന് ഉപദേശം നൽകിയതിൻ്റെ പേരിൽ കൺസൾട്ടിംഗ് ഫീസ് കിട്ടി, അത് 1000 രൂപ കിട്ടി. ഇനി വേറെ ഒരാളെ കൃഷിപ്പണിയിൽ സഹായിച്ചു, അതിന് അദ്ദേഹത്തിന് 1000 രൂപ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇത്രയുമാണ് അയാളുടെ വരുമാനം. അപ്പോൾ മൊത്തം 11000 രൂപ കിട്ടിയിട്ടുണ്ട് കൃഷിക്കാരന്. ഈ അയാൾക്ക് തന്നെ കുറേ ചിലവുകളും വന്നിട്ടുണ്ട്. ആ ചിലവുകളിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മനുവർ വാങ്ങിച്ചാണ്. വളം 100 കിലോഗ്രാം വളം 10 കിലോയ്ക്ക് 10 രൂപ റേറ്റിൽ വാങ്ങി, അതിന് 1000 രൂപയായി. ഇനി 100 കഷ്ണം വാഴവിത്ത് മേടിച്ചു, 100 വാഴവിത്ത് മേടിച്ചു, ഒരെണ്ണത്തിന് 10 രൂപ പ്രകാരം, അങ്ങനെ അതിന് 1000 രൂപ കൊടുത്തു. ഇനി 1 ലിറ്റർ കീടനാശിനി വാങ്ങി, അതിന് 1000 രൂപ കൊടുത്തു. ഇനി സർവീസ് ചാർജസ്, അതായത് വേറെ ഒരാളെ ഒരു ഏജൻസിയിൽ പോയി കൺസൾട്ട് ചെയ്തു, കൃഷി രീതികളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 1000 രൂപ കൺസൾട്ടിംഗ് ഫീസ് കൊടുത്തു. ഇനി ഒരാളെ ജോലിക്ക് കൂട്ടി, കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഒരാളെ ജോലിക്ക് കൂട്ടി, അയാൾക്ക് 1000 രൂപ കൊടുത്തു. അപ്പം ഇത്രയാണ് പേയ്മെൻറ്റ്സ്. അപ്പം റെസിപ്റ്റ്സ് 11000 രൂപ കൊടുത്തു, പേയ്മെൻറ്റ്സ് 5000 രൂപ കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് എത്രയുണ്ട്? ബാക്കി 6000 രൂപയാണ്. ഈ 6000 അയാളുടെ ലാഭം എന്ന് പറയുന്നത്. 2. നമുക്കിനി അക്കൗണ്ടിങ്ങിൻ്റെ ചരിത്രത്തെപ്പറ്റി ഒന്ന് നോക്കാം. അപ്പം 7000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടേമിയ, അത് അറേബ്യൻ രാജ്യത്തിൻ്റെ അടുത്തുള്ളൊരു രാജ്യമായിരുന്നു. അത് കഴിഞ്ഞ് 5000 വർഷങ്ങൾക്ക് മുമ്പ് നളന്ദ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. നളന്ദ തക്ഷശില എന്ന് പറയുന്നത് ഇന്ത്യയിലെ പുരാതന കാലത്തെ പ്രസിദ്ധമായ 2 യൂണിവേഴ്സിറ്റികളാണ്. അതിൽ നളന്ദ യൂണിവേഴ്സിറ്റി ഒരു യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു, അത് വീണ്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഈ അടുത്ത കാലത്ത് 1750 രൂപ മുടക്കി അതിനെ പുനരുദ്ധീകരിക്കാനായിട്ട് ശ്രമിച്ചു വരികയാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ അഭിമാനമാണ്. ലോകരാഷ്ട്രങ്ങളിലുള്ള എല്ലാ ആളുകളും അവിടെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണുന്നു. അവിടെയും ഈ അക്കൗണ്ടിങ് സമ്പ്രദായത്തിന് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് 4500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസ്, റോം എന്നീ 2 രാജ്യങ്ങളിൽ ഈ അക്കൗണ്ടിങ് സമ്പ്രദായം ഉണ്ടായിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീസും റോമും
4500 വർഷങ്ങൾക്ക് മുമ്പിലെ ലോകത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു എന്ന കാര്യവും ഈ സമയത്തെ ഓർമ്മിക്കുമല്ലോ. ഇനി ഇന്ത്യയിൽ 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റെക്കോർഡിംഗ് സമ്പ്രദായം വന്നത്, അക്കൗണ്ടിംഗ് സമ്പ്രദായം വന്നത്. അത് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നൊരു രാജാവാണ് അതിന് മുൻതൂക്കം കൊടുത്തിരുന്നത്. അതായത് അദ്ദേഹമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജസദസ്സിലെ പ്രധാന രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ചാണക്യ മഹർഷിയെ പറ്റിയും ചാണക്യതന്ത്രങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ കഥകളൊക്കെ നമ്മളെല്ലാവരൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇനി അതേ മന്ത്രിസഭയിലെ അക്കൗണ്ടിങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് കൗടല്യൻ. കൗടല്യ മഹർഷി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. അപ്പം ധനം എങ്ങനെ സ്വരൂപിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, അതായത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പഠനം ഉണ്ട്. ഇത്രയുമാണ് പുരാതന ചരിത്രത്തിലെ അക്കൗണ്ടിങ്ങിൻ്റെ ചരിത്രം. ഇനി മോഡേൺ അക്കൗണ്ടിങ് എന്താണ്? ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മോഡേൺ അക്കൗണ്ടിങ്ങാണ് ഉപയോഗിക്കുന്നത്. പുരാതന കാലത്ത് ഇപ്പം മെസോപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടിങ് രീതികൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഓരോരുത്തരും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മോഡേൺ അക്കൗണ്ടിങ് ആണ് ഇപ്പം ലോകത്തുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ്, പിതാവ് എന്ന് പറയുന്ന ആൾ ലൂക്ക പാസിയോളി എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1445 മുതൽ 1510 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായിരുന്നു. അതായത് മാത്തമാറ്റിക്സിലെ ഒരു വിദഗ്ധനായിരുന്നു, ഇറ്റലിക്കാരനായിരുന്നു. ഇനി മാത്തമാറ്റിക്സിലെ അരിത്തമാറ്റിക്, ജോമെട്രി, ആൾജിബ്ര ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം 1494 ഒരു തിയറി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. അപ്പം ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബുക്കുകൾ എഴുതി സൂക്ഷിക്കുക. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ 2 എൻട്രി, അതായത് ഇൻ ആൻഡ് ഔട്ട് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിൽ ഉള്ള ബുക്കുകളൊക്കെ നോക്കി നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു അസൈൻമെൻറ്റ് എഴുതി സൂക്ഷിക്കുക. ഓരോ അധ്യായത്തിൻ്റെയും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി സമഗ്രമായി ചിന്തിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത്, അതായത് അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ളവരും പഠിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെല്ലാം കൂടി ഉപയോഗിച്ച് ഒരു അസൈൻമെൻറ്റ് എഴുതി സൂക്ഷിക്കുക. അത് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. ഇനി അക്കൗണ്ടൻസി പഠിക്കുമ്പോഴേ ഇവിടെ വായിച്ച് പഠിക്കാനോ കാണാതെ പഠിക്കാനോ ഒന്നുമില്ല. ഇത് നമ്മൾ ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. അങ്ങനെ നമുക്കൊരു നല്ല അക്കൗണ്ടൻ്റായി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കാര്യം ഓർക്കുമല്ലോ. ഇനി ഇതിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി നിങ്ങൾ സംസാരിച്ചിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. കാരണം എന്നെങ്കിൽ മാത്രമേ അടുത്ത ഒരു സെക്ഷൻ നിങ്ങൾക്ക് കയറി വരികയുള്ളൂ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് ആ ഓർഡറിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം, അതായത് 100% പ്രയോജനം വേണം. അക്കൗണ്ടിങ് ശാസ്ത്രത്തിൽ ഒരു കാര്യങ്ങളും വിട്ട് കളയാനില്ല. ഒന്നും ചെറുതുമല്ല, ഒന്നും വലുതുമല്ല. എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല ഒരു പരിജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു അക്കൗണ്ടൻ്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളതിൻ്റെ പ്രാക്ടിക്കൽ കൂടി മനസ്സിലാക്കി പോകണം. അത്രയും ആണ് ഇന്നത്തെ പ്രധാന ക്ലാസ്സിൽ ഉള്ളത്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ശുഭാശംസകളും ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.